ഹായ് ഡിയർ ട്രാവറ്റേഴ്സ് ബൈ ആനിവളോസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ തെന്മല വിശേഷങ്ങളുടെ അവസാന ഭാഗമാണിത്. തെന്മലയിലെ അഡ്വഞ്ചർ സോണൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം അടിപൊളി ഒരു ഓഫ് റോഡ് യാത്ര തെന്മലയിലെ ഹൈറേഞ്ച് മേഖലയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. തെന്മലയിൽ നിന്ന് ഏകദേശം 18-20 കിലോമീറ്റർ മാറിയിട്ടുള്ള ആമ്പനാട് എസ്റ്റേറ്റ്, പ്രകൃതി രമണീയമായ ആമ്പനാട് എസ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ 2 കൊല്ലം മുന്നേ ഞാനും ബിനു കുണ്ട്രയും കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് വന്ന് നേരെ തെന്മല എക്കോ ടൂറിസമൊക്കെ കണ്ടിട്ട് അന്ന് കഴിച്ചത് ഇതേ ഹോട്ടലിലാണ്. അപ്പോൾ എന്തായാലും ഒരു നാടൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്ലസൻ ചേട്ടൻ കൊണ്ടുവന്ന ഹോട്ടലാണത്. പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റിയ ട്രാവൽസിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു ഹോട്ടലാണ്. റിയ ട്രാവൽസിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ തെന്മല സന്ദർശനത്തിൻ്റെ പാർട്ട് 2 ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റിയ ട്രാവൽസിൻ്റെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തിരുന്ന വീടുകളൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടുന്ന് നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തെന്മല ജംഗ്ഷനിലേക്ക് പോയി. അവിടുന്ന് ബ്ലസൻ ചേട്ടന് പരിചയമുള്ളൊരു ജീപ്പ് പിടിച്ചിട്ടാണ് ഞങ്ങൾ ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ആമ്പനാട് എസ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങൾ ഈ ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റും സ്ഥിതിക്കുന്നത്. തെന്മല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 18-20 കിലോമീറ്റർ മാറി അല്ലെങ്കിൽ ഹൈ റേഞ്ചിലാണ് ഈ ഒരു എസ്റ്റേറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ എസ്റ്റേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പോകുന്ന വഴിയും അവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജിൻ്റെ പാലമാണ് ഈ കാണുന്നത്. 13 കണ്ണറകളുള്ള കണ്ണറപ്പാലം, 13ാം കണ്ണറപ്പാലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ യാത്രയുണ്ട് നമുക്ക് ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാൻ. ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ 2 ഭാഗത്തും ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കുരുമുളകും ഗ്രാമ്പും ജാതിക്കയും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയിൽ തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റുന്ന ഏക ഒരു എസ്റ്റേറ്റാണ് ആമ്പനാട് എസ്റ്റേറ്റും അതുപോലെ തന്നെ ഹാരിസൺ മലയാളം ലിമിറ്റഡ് എസ്റ്റേറ്റ്. നമ്മൾ ഹൈ റേഞ്ച് കയറി ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് തോട്ടം തൊഴിലാളികളുടെ കോട്ടേഴ്സുകളും വീടുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഈ വീടുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഊട്ടി, മസനഗുഡി, നീലഗിരിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുറേ വീടുകളുണ്ട്. ആ ഒരു വീടിൻ്റെ പാറ്റേണിലാണ് ഇതിൻ്റെ നിർമ്മിതികളും. പണ്ട് പുരാതന കാലം മുതലേ തൊഴിലാളികൾ ഒക്കെ വരുന്നത് ഈ തമിഴ്നാട് സ്വദേശികളായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടേതായ ഒരു ജീവിതശൈലിയൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും. അമ്പലങ്ങളായാലും ഈ ചെറിയ ചെറിയ കോവിലുകളൊക്കെ നോക്കിയാൽ എല്ലാം തമിഴിൽ എഴുതിയിരിക്കുന്ന കോവിലുകളാണ്, അല്ലെങ്കിൽ തമിഴ് നെയ്മോട് കൂടിയ കോവിലുകളൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ റോഡിൻ്റെ 2 സൈഡും ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും കുരുമുളകും ഗ്രാമ്പും ജാതിക്കയും ഏലക്കയും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ തേയിലത്തോട്ടങ്ങളുള്ള ഒരു എസ്റ്റേറ്റ് കൂടിയാണ് ഈ ആമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഹൈ റേഞ്ച് കയറി ആമ്പനാട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്ക് മനോഹരമായൊരു വാട്ടർഫോൾ കാണുവാനിടയിൽ. റോഡിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ഉള്ളിലേക്ക് ഈ ഈറത്തോട്ടങ്ങളൊക്കെ കൊണ്ട് മറഞ്ഞു നിൽക്കുന്ന ഹിഡനായിട്ടുള്ളൊരു വാട്ടർഫോളാണ്. പെട്ടെന്ന് റോഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ജീപ്പ് ഡ്രൈവർക്കും അതുപോലെ തന്നെ ബ്ലസൻ ചേട്ടനൊക്കെ ആ സ്പോട്ടിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അവർ നമ്മളോട് പറഞ്ഞ് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഞങ്ങൾ ജീപ്പ് നിർത്തി നേരെ ഉള്ളിലേക്ക് പോയി.
അവിടെ ചെന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനോഹരമായ ഒരു വാട്ടർഫോളാണ്. പക്ഷേ നമ്മൾ കുളിക്കാനുള്ള തോർത്തോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല, വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ കുളിച്ചിട്ടുള്ളായിരുന്നു. ഞങ്ങളവിടെ ആ വാട്ടർഫോളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള മഴ വന്നു. അത് കൂടുതൽ ആസ്വദിക്കാനുള്ള ഒരു സമയം കിട്ടില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീണ്ടും ജീപ്പിലേക്ക് കയറി യാത്ര തുടങ്ങി. കൊല്ലം ജില്ലയിലെ ഏക ടീ എസ്റ്റേറ്റാണ് തെന്മല. നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഹിൽ പോയിൻറ്റിൽ എത്തിയിരിക്കുവാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. നല്ല കോട ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. കാറ്റൊന്നും കുടയൊന്നും നിൽക്കുന്നില്ല കാറ്റ് കാരണം. ഞാൻ നല്ല തണുത്ത് വിറച്ചിട്ട് നിൽക്കുവാണ്. ഈ എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവിധം ഈ ഹാരിസൺ മലയാളം അങ്ങനെ എന്തോ ഹാരിസൻ്റെ എസ്റ്റേറ്റാണിത്. ഈ എസ്റ്റേറ്റിനകത്ത് നമ്മളെ ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ കൊക്കോ, ജാതിക്ക, തേയില, അങ്ങനെ എല്ലാവിധ സാധനങ്ങളുണ്ട്. താഴെ നമ്മൾ അടിവാരത്തു നിന്ന് ഒരു ജീപ്പ് എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും മഴ കാരണം അവരാരും ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ കയറിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ മേലെ എത്തിയിട്ട് കാണിക്കാം. ഇവിടെ മറ്റേ ഇടിവിൻ്റെ അങ്ങനെ ഞാനും പ്ലസ് ചേട്ടനും കൂടെ നമ്മളെ ആമ്പനാട് ഹിൽ പോയിൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. ഇതാണ് നമ്മളെ ആമ്പനാട് ഹിൽ പോയിൻറ്റ് ടോപ്പ്. ഇനി ഇവിടെ നിന്ന് പോണത് നേരെ അച്ചക്കാവിലും ആറ്റിലേക്കും അമ്പലത്തിലേക്കൊക്കെയാണ്. നല്ല കൂടെ ഇറങ്ങുന്ന സമയമാണ്. അതുപോലെ തന്നെ നല്ല ചാറ്റലും മഴയുണ്ട്. നല്ല ഒടുക്കത്തുള്ള സമയം ഏകദേശം 3 മണിയായതേ ഉള്ളൂ. ഞങ്ങളവിടെ നിന്ന് തെന്മലയിൽ നിന്ന് ജീപ്പ് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. വേറെ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണ റോഡിൻ്റെ പണിയൊക്കെ നടക്കുവാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ താഴോട്ട് പോവുകയാണ്. നല്ല പോയിൻ്റാണ് കേട്ടോ, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മളെ ബ്ലസൻ ചേട്ടൻ്റെ സ്വന്തം ജനിച്ചു വളർന്ന സ്ഥലമാണ്. ബിനോച്ച് നമ്മളെ മഴയത്ത് നനപ്പിച്ചിട്ട് കൂടെ ഓക്കെ പൊതുവിതരണ കണ്ട